ഹലോ ഗൈസ്, അപ്പോൾ പുതിയ മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാവുന്ന ഗെയിം എപ്പോഴും പോലെ തന്നെ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ, അത് എപ്പിസോഡ് 2 അല്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് റിസോഴ്സസ് വില്ലേജ് ബ്രീഡറിന് വേണ്ടി വെച്ചായിരുന്നു. അതിന് ഞാനാണെങ്കിൽ റിസോഴ്സ് ഓഫ് ക്യാമറയിൽ കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്തപ്പോൾ ഇത്രയും റിസോഴ്സായി. പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മളിത് മറ്റേ സാധാ പോലെ അല്ല. അതായത് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കണം, ഉമ്മാരെ ഫാം ചെയ്യണ രീതിയല്ല. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഉമ്മാരെ ബ്രീഡ് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ഫാമാണ്. ബിക്കോസ് ഞാൻ ചിന്തിച്ചില്ലേ നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കണമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് ഫാം ഉണ്ടാക്കിയിട്ടാൽ മതിയെന്ന്. അപ്പോൾ ഇത് പ്രശ്നമായി. അതായത് അപ്പോൾ എനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ട ഫുഡ്, ഇവർക്കുള്ള ഫുഡിനെ പ്ലാന്റും ചെയ്യണം. അപ്പോൾ ഇരട്ടി പ്രശ്നമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ ഒരു അടുത്തായിട്ട് ജസ്റ്റ് എൻ്റെ മറ്റൊരു വീക്ക് ഫാം ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാനൊരു ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് വീറ്റൊന്നും വളരാനുണ്ട്. അതായത് വളർന്നാലും കുറച്ചേ വളരണുള്ളൂ. അത് ഞാൻ വിചാരിച്ച് ഇവിടെ ഒന്ന് ഉണ്ടാക്കി നമുക്ക്, അതായത് ആ ബ്രീഡറിൽ 2 വില്ലേജസ് ആ ബ്രീഡറിൽ ബ്രീഡായി കിട്ടിയാൽ നമുക്കാണെങ്കിൽ ഒരു ക്യാരറ്റ് ഫാം അല്ലെങ്കിൽ വീറ്റ് ഫാം ഉണ്ടാക്കാൻ പറ്റും. അത് വെച്ച് ഇനി ഇവരെ പവർ ചെയ്യാൻ പറ്റും. അവർ ക്രോപ്പ് ചെയ്യും, നമുക്ക് വീറ്റ് ഫാം ആണെങ്കിൽ നമുക്ക് ബ്രെഡ് കിട്ടും. നമുക്ക് ഈ ബ്രെഡ് വെച്ച് ഇവരെ ബ്രീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു 2 വില്ലേജുകളിലുള്ള ഫുഡ് നമ്മൾ ഒപ്പിക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ബിൽഡിങ് ചെയ്യാനൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് ഒരുപാട് ലോങ് ആയിപ്പോൾ. എന്നാൽ ഞാൻ ഒരു ചെറിയ രീതിയിൽ ട്യൂട്ടോറിയൽ തരാം. അതിന് ഒരു കാര്യം ചെയ്യണം. വെയിറ്റ് എ സെക്കൻഡ്. അപ്പോൾ ചെറിയൊരു വില്ലേജിൻ്റെ ട്യൂട്ടോറിയലിന് മുമ്പ് ഞാൻ കാര്യം പറയാം. ഇതിൻ്റെ അടുത്ത് ഒരു 50-100 ബ്ലോക്കിൻ്റെ അടുത്ത് വില്ലേജും കാണാൻ പാടില്ല, പിന്നെ ഒരു വർക്കിംഗ് സ്റ്റേഷനും കാണാൻ പാടില്ല. വില്ലേജ് ബന്ധപ്പെട്ട ഒന്നും ഈ ബ്രീഡറിൻ്റെ അടുത്ത് കാണാൻ പാടില്ല, ഫസ്റ്റത്തെ പോയിൻ്റ്. പിന്നെ ഇതിനുള്ള ഐറ്റംസ് ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിരിക്കാനായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. ഇപ്പോൾ നേരെ തുടങ്ങാം. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു 3 ബ്ലോക്ക് മൈൻ ചെയ്ത് കളയണം. പിന്നെ അതേപോലെ ഇവിടെ ഒരു 3x3 ഏരിയ മൈൻ ചെയ്ത് കളയണം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി ഇതിനെ ഒരു ബ്ലോക്കും കൂടെ താഴോട്ടാക്കണം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് പിക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് മാറ്റുക. 1 2 3 2 വെച്ച് 3 ബ്ലോക്ക് ഇങ്ങോട്ട് പോവുക ഏതെങ്കിലും സൈഡിൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ ഈ ഒരു ബ്ലോക്ക് നമുക്കൊരു കുഴി എടുക്കണം. ഓക്കെ, പിന്നെ സ്ലാബ് എടുത്തിട്ട് ഈ ഒരു ബ്ലോക്ക് ഈ സ്ലാബ് വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ബ്ലോക്ക് ഒന്ന് മാറ്റണം. എന്നിട്ട് നമ്മൾ വാട്ടർ, ഓക്കെ ദോ, ഈ വെള്ളം നമ്മൾ കുഴിച്ച ഹോളിൽ അവിടെ ഒന്ന് ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം ഫ്ലോ ആയി നേരെ ഇവിടെ ഇതുവരെ എത്തും. ഈ ബ്ലോക്കിൽ വരൂല, ഈ 2 ബ്ലോക്കിൽ കവർ ചെയ്ത് ഈ ബ്ലോക്കിൽ വരൂല. ഓക്കെ, ഇനി നമ്മൾ സെൻട്രലിൽ ഒരു സ്ലാബ് വെച്ചില്ലേ, ആ സ്ലാബിൻ്റെ മുകളിൽ 2 സ്ലാബും കൂടെ അങ്ങനെ വയ്ക്കണം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കിട്ടും. മനസ്സിലായല്ലോ? ഇനി 4 സൈഡിലും ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് ഇങ്ങനെ അടയ്ക്കണം. അത് ശരിയായില്ല, വെയിറ്റ് എ സെക്കൻഡ്. ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് അടയ്ക്കണം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കിട്ടും. ഇനി ഇതിൻ്റെ നടുക്ക് 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഗ്ലാസ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വയ്ക്കണം, ലൈക്ക് ദിസ്. ഓക്കെ, എന്നിട്ട് അകത്തുള്ള ആ ബ്ലോക്സ് മൈൻ ചെയ്ത് കളയണം, ലൈക്ക് ദിസ്. എന്നിട്ട് ഈ ബ്ലോക്ക് മൈൻ ചെയ്ത് കളയണം. മൈൻ ചെയ്ത് കളയുമ്പോൾ ഇപ്പം പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കി സ്റ്റെപ്പ്. അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോർണറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട 2 വർക്കിംഗ് സ്റ്റേഷൻ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. അടുത്തത്
വർക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു ബ്ലോക്ക് മാറി ഇവിടെ 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇവിടെ ഇങ്ങനെ ഫൈനൽ ഇങ്ങനെ, എന്നിട്ട് ഇവിടെ അത്രയും ബെഡ് വയ്ക്കണം. 1 2 3. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ബ്ലോക്ക് മൈൻ ചെയ്ത് കളയണം. ഇതിൻ്റെ അടിയിലുള്ള ബ്ലോക്ക് അത് നമുക്ക് മൈൻ ചെയ്ത് കളയണം. ഓക്കെ, ഓക്കെ. നമുക്ക് ഇവിടെ 3 ബെഡ് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി വില്ലേജസിന് ഇടുന്ന ഒരു പാർട്ടാണ്. എന്നിട്ട് ഈ സൈഡിൽ ഈ ഒരു 3 ബ്ലോക്ക് ഇവിടെ മാറ്റിയിട്ട് നമുക്കിവിടെ ഡിസ്പെൻസർ വയ്ക്കണം. ഈ ഡിസ്പെൻസർ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് മൈൻ കാർട്ട് ഫില്ല് ചെയ്യണം. ഞാൻ ഇപ്പോൾ 1 വെച്ചേക്കണത്. എന്നിട്ട് ഓക്കെ സെറ്റ്. പിന്നെ എന്നിട്ട് 3 പവർ റെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ടോർച്ച് വയ്ക്കണം. അപ്പോൾ ഇത് ആക്റ്റീവ് ആവും. ഇനി ഗ്ലാസ് വയ്ക്കണം. അതിന് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഈ ഗ്ലാസ് ബ്ലോക്ക് പൊട്ടിച്ച് എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കണം. ഇനി ഇവിടെ ഒരു ട്രാപ്പ് ഡോറും കൂടെ വയ്ക്കണം. അപ്പോൾ ഫാം കംപ്ലീറ്റ് ആക്കണം. നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. അത് ഞങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ വില്ലേജേഴ്സിനെ ഇട്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് ഫൈനലി വില്ലേജേഴ്സിനെ നമ്മളത് കയറ്റിയിട്ടുണ്ട്. ഇനി ഇവർക്കൊണ്ട് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.